ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാവർക്കും സുഖല്ലേ? ഇത്തിരി ആവേശമില്ലല്ലോ. ഉറക്കെ പറ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അധികം സമയമൊന്നുമില്ല, കുറച്ച് സമയമേ ഉള്ളൂ. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വേഗം കിടക്കാം. അതിങ്ങനെ ഞാൻ ചെറിയൊരു കഥ പറഞ്ഞു. കുറേ കാലം മുന്നേ ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ പിന്തുള്ള ചില കുട്ടിക്ക് ബുദ്ധിയില്ല, കളിയാക്കിയിട്ട് പരമാവധി അവനെ ഇല്ലായ്മ ചെയ്യും. അവൻ്റെ ഉമ്മാക്ക് പറ്റിയ മോശമായ കാര്യങ്ങളിലൂടെ അവനെ മോശമായി പറഞ്ഞുകൊണ്ടുള്ളൊരു കത്ത് അവൻ്റെ ഉമ്മാക്ക് അവിടുന്ന് അയച്ചു, സ്കൂളിൽ നിന്ന് അയച്ചു. ഉമ്മ അത് കണ്ട് അത് വായിച്ച് എൻ്റെ മോൾക്ക് എന്തു കഴിയും പറഞ്ഞു കണ്ടു. ആ കത്ത് അവിടെ നിന്ന് കളഞ്ഞു. പിന്നെ അവൻ്റെ കുടുംബക്കാരും അടക്കം അവനെ വെറുത്തു. ലാസ്റ്റ് കുറേ വർഷം കഴിഞ്ഞു അയാൾ ആയിരങ്ങളോളം പരീക്ഷണങ്ങൾ ചെയ്ത് വിജയിച്ച ആ വ്യക്തിയുടെ നിങ്ങൾക്ക് പേരൊക്കെ അറിയാം. എന്നൊന്ന് പറഞ്ഞ ഓക്കെ. ഇപ്പം പരിശ്രമം എല്ലാവർക്കുമാണ്. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. പരിശ്രമമാണ് വിജയം. അത് മാത്രമല്ല, നമ്മൾ ഇപ്പം 20-ാം തീയതി നടക്കേണ്ട ഒരു പരിപാടിക്ക് 1-ാം തീയതി അടുപ്പ് നിൽക്കണം. ഇപ്പോൾ കുറേ ആൾക്കാർ വരും, ഇനി 19 വയസ്സല്ലേ, 5-ാം തീയതി പഠിച്ച 6-ാം തീയതി പഠിച്ച സമയം ഇങ്ങനെ പോകും. 19 ആകുമ്പോഴത്തേക്കും എത്തപ്പോൾ ചെയ്യാം, ഒത്തും തലേ കയറില്ലല്ലോ. പ്രാക്ടീസ് ചെയ്യുക, പരമാവധി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നമ്മളത് ബ്രൂസിനെ അറിയുന്നത് ആയോധന കളിയുടെ രാജാവ്, അദ്ദേഹം പറയുന്നുണ്ട് 100 കലകൾ ഒരു വട്ടം പ്രാക്ടീസ് ചെയ്തവനെ എനിക്ക് വേണ്ടിയില്ല, ഒരു കല 1000 തവണ പ്രാക്ടീസ് ചെയ്തവനാണ് ബ്രൂസിനിക്ക് വേണ്ടി. കാരണം ഇപ്പൊ നമ്മൾ പ്രസംഗം പഠിച്ചു അതെല്ലാം നമ്മളിങ്ങനെ പറയാം, പഠിച്ച് കഴിഞ്ഞാലും ആള് വലിച്ചെറിയാം. അതല്ല, അത് പിന്നെയും ആവർത്തിച്ച് അതിലെങ്ങനെ കഴിയുമോ അത്രത്തോളം ആക്ഷനുകളും അത്രത്തോളം ശബ്ദ രീതികളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും അതിനോട്ടുള്ള മുന്നോട്ട നിരയിൽ പോവുക. അപ്പം എന്നെ ഒരു പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ, ഇംഗ്ലീഷ് പുസ്തകം. അത് സാറ് 10-ാം ക്ലാസ് വരെ പഠിച്ചു. 10-ാം ക്ലാസ് റിസൾട്ട് പറഞ്ഞാൽ 10-ാം ക്ലാസ് അശ്വരി കോളേജിൽ പോയി. 10-ാം ക്ലാസ് റിസൾട്ട് പറഞ്ഞാൽ ഒരു A+, ഫുൾ D+. പുസ്തകം മനസ്സിലായി. ആ ഒരു D+, ഒരു A+ തന്നെ നേടാൻ കഴിയും. അന്ന് തുടങ്ങിയ വാശി ഇന്നിപ്പോ നമുക്കൊരു റിസൾട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അശ്വര്യ കോളേജിൽ ബിരുദ 2,600. മനുഷ്യന്മാർക്ക് കഴിയാത്ത ഒന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മെസ്സി പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവരും പരിശ്രമിക്കും, മെസ്സി മാത്രമല്ല എല്ലാവരും പരിശ്രമിക്കും. പരിശ്രമിക്കാൻ കഴിയാത്ത ആരുമില്ല. എന്നാലും കഴിവിന്റെ പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇപ്പം സമയം അത് അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന് വെച്ചാൽ സമയം വാൾ പോലെയാണ്. അതിനങ്ങോട്ടേക്ക് ആക്രമിച്ചാൽ അത് ഇങ്ങോട്ടേക്കും ആക്രമിക്കും. പിന്നെ സമയത്ത് വാൾ പോലെ പറയാറുണ്ട്, അതിനങ്ങോട്ടേക്ക് ആക്രമിച്ചാൽ ഇങ്ങോട്ടേക്ക് ആക്രമിക്കൂല, പക്ഷെ ആക്രമിക്കും. അതിനങ്ങോട്ടേക്ക് ആക്രമിച്ചില്ലെങ്കിൽ അത് ഇങ്ങോട്ട് ആക്രമിക്കില്ല. ഇപ്പം എല്ലാവർക്കും ഒരു പിടുത്തം കിട്ടില്ല. ഇപ്പം നമുക്കിപ്പോൾ പറയാം, ഇപ്പം നമുക്ക് വലുത് കിട്ടിയത് തെമീമിനാണ്. ഇപ്പം മാഫിലിന് വരെ ഫസ്റ്റ് കിട്ടിയ അമീനുണ്ട്, പക്ഷെ അവൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം കാരണമാണ്. പക്ഷെ അവൻക്ക് ഫസ്റ്റ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവന് 3 വർഷത്തോളം പറഞ്ഞ് ഒരേ വലുത് പറഞ്ഞ് അവൻ ഫുള്ളും തറയാക്കി കഴിഞ്ഞു. പക്ഷെ ആദ്യ വർഷം തന്നെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പിഞ്ച് പൈതൽ തെമീമിനാണ് 1-ാം സ്ഥാനം കിട്ടിയത്. അത്ഭുതം തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. മാഫിലിൽ 1-ാം റാങ്ക് കിട്ടിയ അമീനെ തോപ്പിച്ചുകൊണ്ടാണ് തെമീമ് ഫസ്റ്റ് അടിച്ചത്. അത്രത്തോളം സമയം ഉപയോഗിച്ച് പഠിച്ചത് കൊണ്ടാണ് അവൻക്ക് ഇപ്പോൾ 1-ാം റാങ്ക് കിട്ടിയത്.
ഞാൻ അധികം നീട്ടി പറയുന്നില്ല. അപ്പം നമുക്ക് എൻ്റെ വാക്കുകൾ വിരാമം കുറയ്ക്കുകയാണ്. അസ്സലാമു അലൈക്കും.